ലൈഫിലെ ആദില, നൂറ, ശൈത്യ ഈ മൂന്നെണ്ണത്തിനെയും അടുപ്പിക്കില്ല എന്നവിടെ പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് അനുമോള്. ഇന്ന് അനുമോള് ലൈവിൽ ഇരുന്ന് പ്രവീണിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. അതുമാത്രല്ല, അനീഷേട്ടൻ കപ്പ് അടിച്ചോട്ടെ എന്നൊരു കാര്യവും അനുമോൾ എന്ന് പറയുന്നുണ്ട്. ഇത്രയും ദിവസം 2 ദിവസമായിട്ട് ആ വീട്ടില് നെഗറ്റീവ് എനർജി മാത്രമേ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ കുറച്ച് പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കുകയാണ്. അനുമോളുടെ മുഖത്ത് കുറച്ചൊക്കെ ഒരു ചിരിയുണ്ട്. കുറച്ച് ചിലരോട് മാത്രം സംസാരിക്കുന്നുണ്ട്. ചിലർ അനുമോളുടെ അടുത്തും ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഇന്ന്. എന്തായാലും ഇന്ന് അവിടെ നടന്ന സംഭവങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് അനുമോൾ സ്വയം തീരുമാനിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഞാനാണ് ടാർഗറ്റ്, എന്നെയാണ് തോൽപ്പിക്കേണ്ടത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അനുമോൾക്ക് വന്നു. അനുമോൾ അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, തന്റെ PR കുറിച്ചുള്ള കുറച്ച് വെളിപ്പെടുത്തലുകൾ കൂടി അനുമോൾ ഇന്ന് നടത്തുന്നുണ്ടായിരുന്നു. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഇന്ന് പ്രവീണുമായിട്ട് ലൈവിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അനുമോൾ പറയുന്നുണ്ട്, ഞാൻ 16 ലക്ഷത്തിന്റെ PR കൊടുത്തിട്ടില്ല. PR ഞാൻ കൊടുത്തു എന്നുള്ളത് സത്യമാണ്, പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല. ഇത്രയും കാശ് എനിക്കത് കൊടുക്കാൻ പറ്റില്ല, എനിക്ക് എമൗണ്ട് കൂടുതൽ തരാൻ പറ്റില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര പേരുടെ വേണമെങ്കിലും PR ഏറ്റെടുത്തോ, ആരുടെ ഒക്കെ വേണമെങ്കിൽ ഏറ്റെടുത്തോളൂ എന്നും ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം ആ വ്യക്തിയെ വിളിച്ചു നിർത്തി ഞാൻ എത്ര കാശ് തന്നു, എത്ര തന്നിട്ടുണ്ട് എന്നൊക്കെ പറയിപ്പിക്കാൻ എന്ന് അനു എന്ന് പറയുന്നുണ്ട്. സംഭവം നമുക്കറിയാം. പുറത്ത് ഈ പറയുന്ന അനുവിന്റെ PR ഏറ്റെടുത്തു എന്ന് പറയുന്ന ബിനു തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇതുവരെ ഒരു എമൗണ്ട് തന്നിട്ടില്ല, ഞാൻ ഈ 15 ലക്ഷം 16 ലക്ഷം അനുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുമില്ല, അനുവിന്റെ കയ്യിൽ അത്രയും ക്യാഷ് ഇല്ല എന്ന് എനിക്കറിയാവുന്ന കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ബിനു പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അനുവിന്റെ PR ആണെന്ന് സ്വയം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ORM ആണെന്നോ PR ആണെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സംഭവം അനുമോളും അതിന് സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ശൈത്യ പറഞ്ഞു, അതുപോലെ തന്നെ അനുമോൾ പറയുന്നുണ്ട്, പ്രവീണും പറഞ്ഞിരുന്നു എന്റെ PR അവനാണ് എന്നുള്ളത് പ്രവീണും പറഞ്ഞിരുന്നു. ഇപ്പൊ നീ പറയുന്നു അല്ല എന്ന്. നീ തുടക്കത്തിൽ വന്ന സമയത്ത് എന്റെ PR അവനാണെന്നല്ലേ നീ പറഞ്ഞത്, എന്നിട്ട് ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറയുക ആണോ ഒന്ന്? ഞാൻ അത്രയും ഹാപ്പി ആയിട്ടല്ലേ ചോദിച്ചത്. കാരണം എനിക്ക് ആരും ഏറ്റെടുത്താലും കുഴപ്പമില്ല, എനിക്ക് എന്റെ കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമും മറ്റു കാര്യങ്ങളും സോഷ്യൽ മീഡിയയും ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരാൾ വേണം, ജസ്റ്റ് എന്റെ കാര്യങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ ഒരാൾ വേണം എന്നല്ലാതെ അതിൽ കൂടുതൽ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് അനുമോൾ ഇന്ന് പ്രവീണിന്റെ അടുത്ത് സംസാരിക്കുന്നത്. പ്രവീൺ പറയുന്നുമുണ്ട്, അതെനിക്ക് മനസ്സിലായ കാര്യമാണ് എന്ന് പ്രവീൺ പറയുന്നുണ്ട്. അപ്പൊ പുറത്തിറങ്ങിയതിനു ശേഷം ആരൊക്കെയായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നൊരു കാര്യം അനുമോളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് പ്രവീൺ. അപ്പൊ പറയുന്നുണ്ട്, പ്രവീൺ തന്നെ പറയുന്നുണ്ട്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാള് നീയാണ് എന്ന് അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട്. നിന്റെ ക്യാരക്ടർ പൊതുവെ ഇങ്ങനെ തന്നെയാണോ, അതോ ഗെയിമിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ മാറ്റി നിൽക്കുന്നതാണോ എന്ന് അനുമോളുടെ അടുത്ത് ചോദിക്കും. അനുമോൾ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ ഇവിടെ എങ്ങനെ നിന്നിട്ടുള്ളൂ അതാണ് എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ പ്രവീൺ പറഞ്ഞു, എങ്കിൽ നല്ലതാണ് എന്ന് പ്രവീണോട് പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ആരെയൊക്കെ കൂട്ടുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ കോണ്ടാക്ട് ആയിട്ട് ഞാൻ വെക്കണമെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിൽ ഒരാള് നീയാണ് പ്രവീണ്, പിന്നെ ഒന്ന് ഒനിൽ ചേട്ടൻ, അഭിലാഷ്, ജിഷി, അങ്ങനെ 3-4 പേരുടെ പേരുകളാണ് അവിടെ അനുമോള് പറയുന്നത്. അപ്പോ ഇത് കേട്ട സമയത്ത് പ്രവീൺ ചോദിക്കുന്നുണ്ട്, ആദിലെ നൂറയുമായിട്ടുള്ള പ്രശ്നമൊക്കെ തീരും, ഇവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കുമെന്ന് പ്രവീൺ പറഞ്ഞപ്പോൾ അനുമോള് പറയുന്നുണ്ട്, ഇനി അതൊരിക്കലും തീരില്ല, ഇനി അത് തീർക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. 1 തവണയല്ല 2 തവണയല്ല പല തവണ ഞാൻ അവർക്ക് വാണിംഗ് കൊടുത്തു, ഇങ്ങനെയുള്ള മോശപ്പെട്ട കാര്യങ്ങൾ വിളിച്ചു പറയരുത്. ഞാൻ വിശ്വസിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ അവർ തോന്നിയ പോലെ വിളിച്ചു പറയുന്ന ആ ഒരു പ്രവൃത്തി ഞാൻ പലതവണ ക്ഷമിച്ചു. ഇനി എനിക്ക് അവരുമായിട്ട് പഴയ പോലെ ആവാൻ ഒരിക്കലും കഴിയില്ല എന്നൊരു കാര്യം ഇന്ന് അനുമോള് പറയുന്നുണ്ട്. പ്രവീൺ അതിനെ എതിർത്തില്ല. ആദ്യം പ്രവീൺ അത് എതിർത്തെങ്കിലും പിന്നീട് അനുമോള് പറഞ്ഞപ്പോൾ പ്രവീണ കാര്യം മനസ്സിലായി. പ്രവീൺ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. അനുമോള് പറഞ്ഞു, ഇനി പഴയ പോലെ അവരുമായിട്ട് ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല, ഞാൻ അവരുമായിട്ട് ഇനി മുന്നോട്ട് പോവില്ല എന്നൊരു തീരുമാനം പറയുന്നുണ്ട്. എന്തായാലും അനുമോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമേ ഞാൻ പറയുള്ളൂ. ഇങ്ങനെയെങ്കിലും ഈ അവസാന നിമിഷമെങ്കിലും നിനക്കൊരു തിരിച്ചറിവുണ്ടായല്ലോ കൊച്ചേ എന്ന് എനിക്ക് ചോദിക്കാനായിട്ട് തോന്നിയുള്ളൂ. കാരണം എത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും അനുമോൾ വീട്ടിൽ പഠിച്ചില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാത്തത് അവരെ വീണ്ടും വീണ്ടും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവരെ തന്നെ അവിടെ കാണുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വേറെ ആരെങ്കിലും സംസാരിക്കാൻ കിട്ടി എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോ ആ പ്രോബ്ലം ഇനി സോൾവ് ചെയ്യില്ല എന്ന് പറയുന്നത്. ഒരു പക്ഷെ പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും കാണേണ്ട ആവശ്യകത വരുന്നില്ലല്ലോ. അപ്പൊ പിന്നെ അതിനി കണ്ടിന്യൂ ചെയ്ത് പോയില്ല എന്ന് അനുമോൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം അനുമോൾ അങ്ങനെ പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് മുഴുവൻ വിഷവിത്തുകളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്തവണ
വന്നതിൽ ലക്ഷ്മിയൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് അനുവിന്റെ അടുത്ത് നിന്ന് പെരുമാറിയത്. ലക്ഷ്മിയൊക്കെ വന്നിട്ട് അനുമോളെ നന്നായി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി വെറും 4 ദിവസമുള്ളൂ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്ത് സ്ട്രോങ് ആയിട്ട് നീ നിൽക്കണം എന്ന് ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി അനുമോളും തമ്മിൽ അത്ര ചേരുന്ന ആൾക്കാരല്ല. അതിനകത്ത് വെച്ചിട്ട് ആദിലേനെയും നൂറേനെയും എതിർത്ത് സംസാരിക്കുന്നു ഈ ലക്ഷ്മി എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കൂട്ടായിട്ട് ലക്ഷ്മിയെ എതിർത്ത് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് അനുമോള്. പലതവണ ലക്ഷ്മിയുമായിട്ട് കൊമ്പ് കോർത്തിട്ടുണ്ട് അനുമോള്. ആ ആളാണ്. എന്നിട്ട് ലക്ഷ്മി ഇപ്പൊ വന്നിട്ട് അനുമോളെ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നു. അതും പരസ്യമായ ഒരു സപ്പോർട്ടാണ് ലക്ഷ്മിയോട് നൽകിയത്. ബാക്കി എല്ലാവരും അവിടെ പരസ്യമായിട്ടൊന്നും അത്ര സപ്പോർട്ടിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ പരസ്യമായി അപമാനിക്കാൻ മാത്രമാണ് കുറെ എണ്ണം അവിടെ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് ലക്ഷ്മി പരസ്യമായി തന്നെ അവിടെ അനുമോളെ സപ്പോർട്ട് ചെയ്യും, അനുമോൾക്ക് അവിടെ ഉപദേശം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ലക്ഷ്മി എന്ന് കാണാൻ സാധിച്ചു. അതെന്തായാലും നന്നായി. പുറത്തിറങ്ങുന്ന സമയത്ത് ലക്ഷ്മി നെവിനെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തതെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് അവിടെ എന്താണ് സിറ്റുവേഷൻ, എന്താണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാനായിട്ട് ലക്ഷ്മിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഒരുപാട് പേര് അനീഷിന്റെ പേര് പറഞ്ഞു. അതെന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ കപ്പെടുക്കാനായിട്ട് യോഗ്യനായിട്ടുള്ള വ്യക്തിയാണ് അനീഷ് ഏട്ടൻ എന്ന് എനിക്ക് മനസ്സിലായി എന്ന് അനുമോള് പ്രവീണിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോ അനീഷേട്ടൻ കപ്പെടുത്തോട്ടെ, എനിക്ക് അതിൽ യാതൊരു വിഷമവുമില്ല, എനിക്ക് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹവുമില്ല. ഇനി എങ്ങാനും ഞാൻ കപ്പെടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പറയാൻ പോണത് PR കൊണ്ട് കപ്പെടുത്തു എന്നല്ലേ. ആ ഒരു പേര്, ചീത്ത പേര് എനിക്ക് വേണ്ട. എനിക്ക് കപ്പ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാവരും കൂടി അത് അനീഷേട്ടനെ കൊടുത്തോട്ടെ എന്നൊരു പ്രസ്താവനയും ഇന്ന് അനുമോള് പറയുന്നുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ബിഗ് ബോസ് വീട്ടിലെ എല്ലാവർക്കും അനുമോള് തോൽക്കണം എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കൽ പോലും അവർക്ക് അനീഷ് ജയിക്കണം എന്ന ആഗ്രഹമൊന്നുമില്ല. അവർക്കുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ അക്ബർ, ഒന്നല്ലെങ്കിൽ നെവിൻ, ഇവര് കപ്പെടുക്കണം എന്നാണ്. ഇവർക്ക് രണ്ടും കിട്ടില്ല എന്നുണ്ടെങ്കിൽ അനുമോൾ ഒരിക്കലും കപ്പെടുക്കരുത്. അപ്പൊ പിന്നെ അനീഷ് വിജയിച്ചാലും കുഴപ്പമില്ല എന്നൊരു നിലപാടാണ് അവര് സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാതെ അനീഷിനോടുള്ള സ്നേഹം കൊണ്ട് പ്രണയം കൊണ്ടൊന്നുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം സരിക തന്നെ ആദിലയുടെ അടുത്ത് നൂറാരുടെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളവരൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ, അതായത് അനീഷിനെ കുറിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന സീസണുകളിലും ഇതുപോലൊക്കെ ചെയ്താൽ മതി എന്നൊരു തോന്നൽ എല്ലാവർക്കും വരും. ഇങ്ങനെയുള്ളവരൊക്കെ എന്താ ചെയ്യേണ്ടത് എന്ന് ഈ പറയുന്ന സരിക പറയുന്നുണ്ട്, കലാഭവൻ സരിക. അപ്പൊ അവരും അങ്ങനെയാണല്ലേ എന്നിരുന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ആ വീട്ടിലെ ആർക്കും തന്നെ അനീഷിന്റെ അടുത്ത് പ്രത്യേക സ്നേഹമോ പ്രണയമോ ഒന്നും ഉണ്ടായിട്ടല്ല. അനുമോള് ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അനുമോള് ജയിച്ചില്ലെങ്കിൽ സാരില്ല, ഈ പറയുന്ന അനീഷ് ജയിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു നിലപാടാണ് ഇപ്പോ കുറെ എണ്ണം എടുത്തിരിക്കുന്നത്. കുറെ എണ്ണം മീൻസ് അനുമോളെ ശത്രുവായിട്ട് കാണുന്നവർ എടുത്തിരിക്കുന്ന തീരുമാനം. ഈ ഒരു തീരുമാനം വരുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന സീസൺ 1 കണ്ടിട്ടുള്ളവർക്കറിയാം, സീസൺ 1 ഇതിനെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കിങ്ങും നേരിട്ടൊരു വ്യക്തിയായിരുന്നു പേളി മാണി. അനുമോളുടെ പോലെ എന്റെ പൊന്നു, ഒരു തരത്തിലും ആ വീട്ടിലുള്ളവര് പേളി മാണിനെ അംഗീകരിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. അത്രയും മോശമായിട്ട് സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ അറ്റാക്ക് പേളി മാണിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ സീസണിൽ സുരേഷ് എന്ന് പറയുന്ന അരിസ്റ്റോ സുരേഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു. ആ ആളെ ഈ പറയുന്ന പേളി മാണി ഇങ്ങനെ അഭിനയിച്ചു, സ്നേഹം അഭിനയിച്ചു, ആ ആളെ വശത്താക്കി എന്ന് പറഞ്ഞിട്ട് അരിസ്റ്റോ സുരേഷിനെ പേളി മാണിയുടെ അടുത്ത് പ്രണയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പേളി മാണീനെ അവര് ദ്രോഹിച്ച ഒരു ദ്രോഹം ഉണ്ടല്ലോ. എല്ലാവരും കൂടി കൂട്ടമായിട്ട് ചേർന്ന് പേളീനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സീസൺ 1. അത് തന്നെയല്ലേ ഇപ്പോൾ ഇവിടെ അനുമോളുടെ വിഷയത്തിലും സംഭവിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അനീഷും അനുമോളുമായിട്ടുള്ള ഈ വിഷയത്തിലും അതേ സംഭവം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. പല കാര്യങ്ങളും നോക്കുന്ന സമയത്ത് സീസൺ 1 ഈ സീസൺ ഭയങ്കര ചേർച്ച തോന്നും. പേളി മാണി അവിടെ നേരിടേണ്ടി വന്നിട്ടുള്ള സിറ്റുവേഷൻസ് അവസാന ദിവസം വരെ പേളിക്ക് അതുപോലെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വന്ന സമയത്ത് ഇവരെല്ലാവരും ഭയങ്കര സ്നേഹത്തിലും ഇതിലൊക്കെ ലാസ്റ്റത്തെ ഒരു വീക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതുപോലെ പുറത്തുനിന്ന് വന്ന കുറെ എണ്ണം കൂടി വന്നിട്ട് അവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. കാരണം അവർ കാലത്ത് വന്ന് വൈകിട്ട് ഇറങ്ങി പോകുന്ന ഒരു 1 ഡേ ഉള്ള ഒരു സാധനമായിരുന്നു നമുക്ക് പുറത്തുനിന്ന് വരുന്ന മത്സരാർത്ഥികൾക്ക്, ഇറങ്ങിപ്പോയ മത്സരാർത്ഥികൾക്ക് വരാൻ ഒരൊറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ വന്ന് താമസിക്കേ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് വന്ന ആ 3-4 പേര് ഭയങ്കര സ്നേഹത്തിൽ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഈ സീസണിലും അങ്ങനെ തന്നെയായിരുന്നു. ഈ പറയുന്ന വിഷവിത്തുകൾ അവിടെ കയറിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റത്തെ ദിവസങ്ങളിൽ ഇവർ ഭയങ്കര സ്നേഹത്തിൽ അവിടെ നിൽക്കുമായിരുന്നു. അവരങ്ങനെ സ്നേഹത്തിലായതുമായിരുന്നു. പക്ഷേ ഈ ഇവന്മാരെല്ലാവരും കയറി വന്നതിന് ശേഷമാണ് വീണ്ടും അടിയും പിടിയും കുശുമ്പും മസൂയും. എന്റെ പൊന്നു, അതായത് ഇവിടെ നിന്ന് ഔട്ടായി പോയവർ മുഴുവൻ വീണ്ടും ഗെയിം കളിക്കാനായിട്ട് തിരിച്ചു വന്ന പോലെയാണ് ഇപ്പൊ അവിടെ കാണുന്നത്. ബിഗ് ബോസിന് തന്നെ തോന്നിയിട്ടുണ്ടാവും, അയ്യോ ഇതുപോലെയാണ് ഇവരെ ഗെയിം കളിയുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഷോ കുറച്ചും കൂടി 100 ദിവസം കൂടി നീട്ടായിരുന്നു എന്ന് ബിഗ് ബോസിന് തന്നെ ഇപ്പൊ തോന്നുന്നുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ കലാശക്കൊട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു കലാശക്കൊട്ടാണ് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല,
സീസൺ 1 പേളിക്കുണ്ടായ അതേ അറ്റാക്കിങ്ങും അതേ കാര്യങ്ങളും തന്നെയാണ് ഇപ്പോ അനുമോള് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പക്ഷെ പേളിക്ക് അവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം പ്രേക്ഷക പിന്തുണ ഏറ്റവും കൂടുതൽ കിട്ടിയത് പേളിക്കായിരുന്നു. അവിടെ വിജയിച്ച കണ്ടസ്റ്റൻസിനെ കിട്ടിയതിനേക്കാൾ, സാബുവിനെ കിട്ടിയതിനേക്കാൾ അവിടെ പ്രേക്ഷക പിന്തുണ, സ്നേഹം ഒക്കെ കിട്ടിയത് പേളിക്കായിരുന്നു. കാരണം മറ്റൊന്നും കണ്ടല്ല, ഈ പറയുന്ന പുറത്തിറങ്ങിയ എല്ലാ മത്സരാർത്ഥികളും ഒന്നടങ്കം അവിടെ സാബുവിന് വേണ്ടി വോട്ട് ചോദിക്കുകയും സാബുവിന് വേണ്ടിയിട്ട് വോട്ട് വാങ്ങിക്കുകയും ചെയ്തു. അങ്ങനെ അതുകൊണ്ട് മാത്രം വിജയിച്ച മത്സരാർത്ഥിയാണ് സാബു. കഴിഞ്ഞ ദിവസം ദിയാസന ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ദിയാസന ആ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്, സാബുവിന്റെ PR എന്ന് പറയുന്നത്, സാബു മോന്റെ PR എന്ന് പറയുന്നത് പുറത്തിറങ്ങിയ എല്ലാ മത്സരാർത്ഥികളായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി സാബു മോനെ വോട്ട് ചോദിച്ചു. ഞങ്ങളുടെ എല്ലാം ഇഷ്ടപ്പെടുന്ന എല്ലാവരും കൂടിയിട്ട് സാബു മോനെ വോട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് സാബു മോൻ ജയിച്ചത്. അല്ലെങ്കിൽ അത് പേളി ജയിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും പേളിയുടെ അടുത്ത് താല്പര്യം ഉണ്ടായിരുന്നില്ല. പേളി ശ്രീനിഷ് ബന്ധം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പേളി ഫേക്ക് ആണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നതെന്ന് ദിയാസന തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ അനീഷും അനുമോളും തമ്മിലുള്ള ടോപ്പിക്. ഞാൻ പറഞ്ഞില്ലേ, അരിസ്റ്റോ സുരേഷുമായിട്ടുള്ള ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പോലെ തന്നെ ഇവിടെ നടക്കുന്നു. അതുപോലെ തന്നെ ആർക്കും തന്നെ അനുമോളെ കണ്ണെടുത്താൽ കണ്ടുവിടാം. ആ സീസണിലെ പോലെ തന്നെ എല്ലാവരും അതുപോലെ അനുമോളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോ പുറത്തുനിന്നുള്ള എല്ലാവരും കൂടിയിട്ട് ഇപ്പൊ അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അനീഷ് വിജയിച്ചോട്ടെ, അനുമോള് കഴിഞ്ഞ പിന്നെ അനുമോളും അനീഷും തമ്മിലാണ് ഒരു മത്സരം നടക്കുന്നത്. അപ്പൊ അനീഷ് ജയിച്ചാലും കുഴപ്പമില്ല, അനുമോള് ജയിക്കരുത് എന്നൊരു വാശി വന്നതുകൊണ്ട് ഇനിയിപ്പോ ഈ സീസൺ 1 സംഭവിച്ചതുപോലെ ഇപ്പോ പേളിയുടെ കപ്പ് സാബുമോന്റെ കയ്യിലിരുന്നത് പോലെ ഇവിടെ അനുവിന്റെ കപ്പ് കയറി അനീഷിന്റെ കയ്യിലിരിക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്ത് സംഭവിക്കുന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ കാണുന്നുണ്ട്. അതുപോലെയാണ് ഇപ്പൊ എല്ലാവരുടെ പെരുമാറ്റം രീതി. മാക്സിമം അനുമോളെ നെഗറ്റീവ് ആക്കണം, അനുമോളെ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചു കീറാനായിട്ട് ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും പുറത്തിറങ്ങിയവർ പറയുന്നുണ്ട്, ഞങ്ങൾ സൈബർ ബുള്ളിങ് നേരിട്ട്, ഞങ്ങൾ എന്തെല്ലാം ജീവിതത്തിൽ നേരിടേണ്ടി വന്നു എന്നറിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ എന്തൊക്കെ പറയുന്നുണ്ട് എല്ലാവരും. പക്ഷേ ഇവരൊക്കെ കാരണം ഈ നിന്ന ദിവസങ്ങൾ ഇത്രയും അവിടെ സൈബർ ബുള്ളിങ് നേരിട്ട അനുമോളെ പോലെ നേരിട്ട മത്സരാർത്ഥി വേറെ ആരുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പുറത്തിറങ്ങിയാലും അനുമോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ഷോക്ക്. അതുപോലെ സൈബർ ബുള്ളിങ് അനുമോൾക്കെതിരെ ഉണ്ട്. അപ്പൊ പുറത്തിറങ്ങിയാലും ഇനിയും ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് ഇവരെല്ലാവരും അനുമോളെ ഇങ്ങനെ വലിച്ചു കീറാനായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ പറയുന്ന അനുമോളുടെ ഭാഗത്ത് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവരെന്താ പെർഫെക്റ്റ് ആണോ? ഈ കുറ്റം പറയുന്നവർ പെർഫെക്റ്റ് ആണോ? അനുമോളെ കുറ്റപ്പെടുത്തുമ്പോൾ ഞങ്ങൾ പെർഫെക്റ്റ് ആണോ, നാം പെർഫെക്റ്റ് ആണോ എന്നൊരു ചോദ്യം അവിടെ വരുന്നില്ലേ? ഇവർ പെർഫെക്റ്റ് അല്ലാതെ അനുമോളെ കുറ്റം പറയാനായിട്ട് ഇവർക്ക് എന്താണ് അവകാശം എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ എല്ലാവരും തെറ്റുകാരാവുമ്പോൾ ഉള്ളതിൽ ഭേദം ആര് എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ നോക്കുന്ന സമയത്ത് അത് അനുമോൾക്ക് അനുകൂലമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഞാൻ നോക്കിയെടുത്തോളം കാര്യം. പിന്നെ അനീഷിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സമയത്ത് അനുമോളെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് അവന്റെ ഒരു പ്രണയ നാടകം ഉണ്ടായിരുന്നു. ആ നാടകത്തിൽ ഇപ്പോൾ എല്ലാവരും അനുമോളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവന്റെ ആ ഒരു ഗെയിം സക്സസ് ആവുകയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് പിന്നീട് എനിക്ക് താല്പര്യം തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അനുമോള് ജയിക്കട്ടെ എന്ന് പറയുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. പിന്നെ തമ്മിൽ ഭേദം തമ്മിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുമോള് തന്നെയാണ്. സീസൺ 7 കുറിച്ച് പറയുന്ന സമയത്ത് ഈ സീസണിൽ മൊത്തം നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കണ്ടന്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് അനു തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അനുമോളെ നമ്മൾ പ്രൊമോട്ട് ചെയ്തേ പറ്റൂ. ഇന്നിപ്പോ ആര്യനും അനുമോളും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളും എന്തൊക്കെ വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും ആര്യൻ വന്നതിന് ശേഷം എത്ര സ്നേഹത്തോടെയാണ് അനുമോൾ ആര്യന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അവിടെ ഹഗ് ചെയ്യുന്നു, അവർ തമ്മിൽ സംസാരിക്കുന്നു. ഓ, എനിക്ക് ആദ്യം ക്രഷ് തോന്നിയ ആളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ തന്നെ ആര്യനെ കളിയാക്കുന്നു, ട്രോളുന്നു. അവർ തമ്മിൽ കളിച്ച് തിരിച്ച് വർത്താനം പറയുന്നു. അവിടെ ആര്യനും അനുമോളും തമ്മിൽ പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടാണോ? ഇതുപോലെ എല്ലാവരും കൂടി ഗ്രൂപ്പ് അറ്റാക്കിങ്ങും എല്ലാവരും ടാർഗറ്റ് ചെയ്യുമ്പോൾ ആര്യനും ഇവരൊക്കെ വന്നിട്ട് ഇനി എന്ത് ചെയ്യുന്ന എനിക്കറിയില്ല. ഇപ്പൊ നിലവില് അവരെല്ലാവരും സ്നേഹത്തോടു കൂടി തന്നെയാണ് അനുമോളുടെ അടുത്ത് സംസാരിക്കുന്നത്. പക്ഷേ നിറം മാറുന്ന ഓന്തുകളായതുകൊണ്ട് ഈ ചെന്നായ്ക്കൾ എങ്ങനെ കടിച്ചു കീറും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്തായാലും ആദില നൂറ എന്ന് പറയുന്ന ആ 2 ചെന്നായ്ക്കളെ ഇപ്പോൾ പൂർണ്ണമായും അനുമോള് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ചെന്നായ്ക്കളുമായിട്ട് ഇനി കൂട്ടുകൂടില്ല എന്നൊരു തീരുമാനവും അനുമോൾ അവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഓന്ത് നിറമാറുന്ന പോലെ ഇനി ആരൊക്കെ നിറമാറും, ആരൊക്കെ എന്ത് ചെയ്യുന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. അതുമാത്രമല്ല, അപ്പാനി ശരത്ത് ഇന്ന് അനുമോളുടെ അടുത്ത് വന്നിട്ട് സോറി ചോദിക്കുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാത്രി അനുമോളെ ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്തത് അവർ പ്ലാൻ ചെയ്ത് വന്ന് അറ്റാക്ക് ചെയ്തതാണ്. അല്ലാതെ പെട്ടെന്നുണ്ടായ ഒരു ചോദ്യം പറച്ചിലൊന്നും ആയിരുന്നില്ല. എന്നിട്ട് അപ്പാനി ഇന്ന് വന്നിരുന്ന അനുമോളുടെ അടുത്ത് പറയാണ്, നമ്മൾ സ്നേഹത്തോടു കൂടി ഇന്ന് സംസാരിച്ചല്ലേ, പെട്ടെന്ന് സംസാരിച്ച് തുടങ്ങിയപ്പോൾ പലതും വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് എന്നുള്ള രീതിയിൽ അപ്പാനി ഇന്ന് അനുമോളുടെ അടുത്ത് വന്നിരുന്ന് പറയുന്നുണ്ട്. പറഞ്ഞത് പച്ചക്കള്ളാണ് അപ്പാനി പറഞ്ഞത്. കാരണം അക്ബറാണ്
അപ്പാനിനെ പിരി കയറ്റി വിട്ടത്. ശൈത്യയാണ് ആദിലേനെയും നൂറേനെയും പിരി കയറ്റി വിട്ടത്. അങ്ങനെ ഓരോരുത്തരും പിരി കയറ്റി വിട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെല്ലാവരും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് അനുമോളുടെ അടുത്ത് വന്നിരുന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതും അവിടെ ചെയ്ത ഓരോ കാര്യങ്ങളും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ചെയ്തത്. അത് പ്ലാനിങ് നടക്കുന്നത് തന്നെ ലൈവില് ഉണ്ടായിരുന്നു. എപ്പിസോഡിൽ അത് കാണിച്ചിട്ടില്ല, ലൈവിൽ അത് കൃത്യമായിട്ട് വീഡിയോ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ വീഡിയോ പ്രചരിക്കുന്നുമുണ്ട്. കൃത്യമായിട്ട് അവരുടെ പ്ലാനിങ്, അനുവിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യാം, ഓരോരുത്തരുടെ സപ്പോർട്ട് ചെയ്യണം, കൂടെ നിൽക്കണം, അപ്പൊ നിങ്ങൾ ഇത് പറയണം, നിങ്ങൾ അത് പറയണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൃത്യമായി പ്ലാനിങ് നടത്തി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ നേരം വെളുത്തപ്പോ അപ്പാനിക്ക് അങ്ങോട്ട് കുറ്റബോധം. ഇനിയിപ്പോ എന്താണ് സൈബർ ബുള്ളിങ്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവോ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്ന് വിചാരിച്ചിട്ട് അനുമോളുടെ അടുത്ത് വന്ന് സംസാരിച്ച് ക്ഷമ ചോദിച്ച് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന അപ്പാനീനെ കാണാനായിട്ട് സാധിച്ചു. പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളം അനുമോളുടെ അടുത്ത് ഇരുന്നിട്ട്, എന്നിട്ട് പിന്നെ അനുമോളുടെ അടുത്ത് വന്നിരുന്നിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു ശ്രമം. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നിറം മാറുന്ന ഓന്തുകളാണ് അവിടെയുള്ള ഓരോരുത്തരും. ഒരെണ്ണത്തിനെ നമുക്ക് വിശ്വസിക്കാനായിട്ട് കൊള്ളില്ല. ഈ പറയുന്ന ചെന്നായ്ക്കളുടെ ഇടയിൽ നിന്ന് അനുമോൾക്ക് ഈ ഫിനാലെ ദിവസം ഒരു മോചനം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. കാരണം ആ കപ്പ് അനുമോൾ ഉയർത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ അനുമോൾക്ക് ഒരു പ്രത്യേകത തന്നെയാണ്. ഇനിയിപ്പോൾ ജയിച്ചില്ലെങ്കിൽ പോലും അനുമോൾക്ക് തന്നെയാണ് ഫാൻ സപ്പോർട്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അവർ സന്തോഷം കൊണ്ട് പറയും, അനുമോൾ ജയിച്ചില്ലല്ലോ, ഞങ്ങൾക്ക് അത് മതി എന്ന് അവർ സന്തോഷത്തോട് പറയും. എന്നാൽ അനുമോൾ ജയിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും അവിടെ കൈയടിക്കാനുണ്ടാവില്ല, സന്തോഷിക്കാനുണ്ടാവില്ല. വളരെ 1-2 പേര് ഉണ്ടായാൽ ഭാഗ്യം എന്ന് പറയും. അത്രയും അസൂയും കുശുമ്പുമാണ് ഈ പറയുന്ന ചെന്നായ്ക്കൾക്ക് ഉള്ളത്. ഈ ചെന്നായ്ക്കളുടെ ഇടയിൽ ഇത്രയും ദിവസം 100 ദിവസം പിടിച്ചു നിന്ന അനുമോൾക്ക് തന്നെയാവണം കപ്പ് കിട്ടേണ്ടതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം.